ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്ക് ചക്ക ചിപ്സ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചക്ക ഇടാൻ പോയതും ചക്ക വെട്ടിയതും വറുത്തതും ഒക്കെയാണ് ഇന്ന് നമ്മളുടെ വീഡിയോയിൽ പറയുന്ന വിശേഷങ്ങൾ. അങ്ങനെ നമ്മളിതാ തോട്ടത്തിൽ വന്നിട്ടുണ്ട്. ചക്ക ഇടാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഗൈസ്. 1 മണിക്കൂറോളം ഞങ്ങൾ കഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഞങ്ങൾക്ക് 2-3 ചക്ക ഇടാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങളൊരു 1 മണിക്കൂറെങ്കിലും അതിനു വേണ്ടി ട്രൈ ചെയ്തിട്ടാണ് കേട്ടോ ചക്ക ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മളിതിൽ 3 ചക്കയാണ് കിട്ടിയത് ഞങ്ങൾക്ക്. അപ്പോൾ അതിലൊരെണ്ണം ഞങ്ങൾ ഒരാൾക്ക് കൊടുത്തു, പിന്നെ 2 എണ്ണം ഞങ്ങൾ എടുക്കുവാണ്. അപ്പോൾ ഒന്ന് ഞങ്ങൾ വേവിക്കാൻ വേണ്ടി എടുക്കുന്നുണ്ട്, ഒന്ന് ഞങ്ങൾ വറക്കാൻ വേണ്ടി എടുക്കുകയാണ്. വറക്കാൻ നല്ല ചക്കയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ ചക്ക വറക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് കൊണ്ടുപോകാമല്ലോ, അതിനു വേണ്ടിയാണേ. അങ്ങനെ നമ്മൾ ചക്കയൊക്കെ ഇട്ട് റെഡിയാക്കുവാണ് കേട്ടോ. ചക്കയൊക്കെ നമ്മൾ അടർത്തി ചുളയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് വറക്കാൻ വേണ്ടി സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ മുകൾ ഭാഗവും അടിഭാഗവും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ആണ് നമ്മൾ ഇത് അരിയുന്നത് ഇതുപോലെ. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നത് കേട്ടോ. അങ്ങനെ 2 വശവും ഒന്ന് കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു പരുവത്തിന് അരിഞ്ഞെടുക്കുക. അധികം വണ്ണമൊന്നും കൂടാതെ പരുവത്തിന് അരിഞ്ഞെടുക്കുക. പിന്നെ ചുള ഒത്തിരി കട്ടിയുള്ളതൊക്കെ ആണെങ്കിൽ വറുത്ത് കഴിഞ്ഞാൽ അത്ര ശരിയാവില്ല, ക്രിസ്പി ആയിട്ടിരിക്കില്ല. അപ്പോൾ ഇത് നല്ല പരുവത്തിനുള്ള വിളവൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല വറക്കാൻ നല്ല ചക്കയാണ്, നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. ഇനി നമ്മൾ കുറച്ച് ഏറെ ഇട്ട് വറക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ അടുപ്പിലാണ് ചെയ്യുന്നത് കേട്ടോ, ഗ്യാസിലല്ല, വിറകടുപ്പിലാണ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഞാനിത് വലിയൊരു പാത്രമൊക്കെ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും വറക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ്. പക്ഷേ വെളിച്ചെണ്ണയിൽ വറുത്ത് കഴിഞ്ഞാൽ അധികം ദിവസം വെക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. എനിക്കറിയില്ല, ഇതൊന്നും അധികം ദിവസം വെക്കാനായിട്ട് ഞങ്ങൾ വിടാറില്ല, പെട്ടെന്ന് തന്നെ കഴിച്ചു തീർക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വെളിച്ചെണ്ണയിലാണ് വറുത്തെടുത്തത്, കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിരുന്നു. ഇങ്ങനെ ഒരു 3 ട്രിപ്പായിട്ട് ഞങ്ങൾ ചിപ്സൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. വറുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പാതി കഴിച്ചിട്ടുണ്ട്. ഇനി കൊണ്ടുപോകാനായിട്ടൊന്നും കിട്ടാൻ ഇല്ല, അത്രയും തന്നെ കഴിച്ച് തീർത്തു. ഇനി ഒരു ചക്കയും കൂടെ വറുത്താലേ ഇനി കൊണ്ടുപോകാനുള്ള ചക്ക ആവുള്ളൂ എന്നാണ് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. മഴക്കാലമൊക്കെ വരുമ്പോൾ നമുക്ക് ഇതുപോലെ ചിപ്സും ചായയൊക്കെ കുടിച്ചിരിക്കാൻ നല്ല രസമല്ലേ. എനിക്കിഷ്ടമാണ് കേട്ടോ അങ്ങനെയൊക്കെ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. താങ്ക്